സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നഷ്ടപ്പെട്ടതിന്റെ കലിപ്പ് ട്രംപ് തീർത്തത് ചൈനയ്ക്കെതിരെയായിരുന്നു. ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് ഉയർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തൊട്ടുപിന്നാലെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്നിരിക്കുന്ന പ്രസ്താവന അതിലും കടുകട്ടിയാണ്. റഷ്യക്കെതിരെ പോരാടുന്ന ഉക്രൈനെ ഉപയോഗിക്കാനായി ടോമാഹോക്ക് മിസൈൽ നൽകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ടോമാഹോക്ക് മിസൈൽ എന്ന് പറഞ്ഞാൽ 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. മോസ്കോ വരെ എത്തും, അതായത് റഷ്യയുടെ തലസ്ഥാനം വരെ. ഇതിൽ ആണവായുധ പോർമുനകൾ ഘടിപ്പിക്കാനും കഴിയും. തൊട്ടുപിന്നാലെ പുടിൻ തന്നെ രംഗത്തെത്തി വ്യക്തമായ ഒരു സന്ദേശം അമേരിക്കയ്ക്ക് നൽകി. ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. അതുകൊണ്ട് റഷ്യ അമേരിക്ക യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തങ്ങൾക്കെതിരെ ഈ ടോമാഹോക്ക് മിസൈലുകൾ ഉക്രൈൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സർവനാശമായിരിക്കും ഫലം. ആണവായുധങ്ങൾ തങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു സൂചനയല്ല, കൃത്യമായ മറുപടിയാണെന്നുകൂടി പുടിൻ പറഞ്ഞതോടുകൂടി റഷ്യ ഉക്രൈൻ വാർ വീണ്ടും ചർച്ചകളിൽ സജീവമാകുകയാണ്. അത് എന്തായിത്തീരുമെന്ന് ആർക്കും അറിയില്ല. ഏതായാലും കഴിഞ്ഞ മാസം വരെ വളരെ സമാധാനത്തിൻ്റെ അനുനയത്തിൻ്റെ നീക്കവുമായി രംഗത്തെത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ റഷ്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. റഷ്യയോട് പറയുന്നു, യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ തകർച്ചയെ നേരിടേണ്ടി വരുമെന്ന്. ഏതായാലും സാമ്പത്തികമായിട്ടുള്ള താരിഫുകളും മറ്റ് ഗിമ്മിക്കുകളും ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒടുവിൽ ആയുധമെടുത്ത് പോരാടാൻ തന്നെ ട്രംപ് തീരുമാനിച്ചു എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.